ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിയിൽ കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലുമായി 2 മോഡൽ ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക. എൽസ്റ്റണിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലുമാണ് 1000 സ്ക്വയർ ഫീറ്റിൽ വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത്. ടൗൺഷിപ്പ് രൂപരേഖയുടെ ത്രിമാന മാതൃക ചീഫ് സെക്രട്ടറി ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. കണ്ടെത്തിയ ഭൂമിയിൽ പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിനു ശേഷം എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 58.5 ഹെക്ടറും നെടുമ്പാല എസ്റ്റേറ്റിൽ 48.96 ഹെക്ടറുമാണ് ഏറ്റെടുക്കുക. ഏറ്റെടുക്കാത്ത ഭൂമിയിൽ പ്ലാന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകും. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി പഞ്ചായത്തിലുമാണ് വരുന്നത്. ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമായിരിക്കും നൽകുക. ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യകേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. അപ്പോൾ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ അനുവദിക്കുന്ന ഭൂമി 5 സെന്റിൻ്റെതായിരിക്കും. നെടുമ്പാലയിലാകട്ടെ അത് 10 സെന്റ് ഭൂമിയായിരിക്കും. അത് ഭൂമിയുടെ വില അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം, അതിന് നിശ്ചയിക്കുന്ന ആർക്കാണ് എൽസ്റ്റണിൽ ഭൂമി നൽകാൻ പോകുന്നത്, ആർക്കാണ് നെടുമ്പാലയിൽ ഭൂമി നൽകാൻ പോകുന്നത് എന്ന കാര്യത്തിലെ മാനദണ്ഡങ്ങൾ കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ ഒരുപക്ഷെ ഒരു തർക്കമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നിർമ്മിച്ചു നൽകാൻ പോകുന്നത്. ഇനി ടൗൺഷിപ്പിന് പുറത്താണ് വീട് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവർക്ക് 15 ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനം കൂടി സർക്കാരിന്റെ ഭാഗമായി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും സമഗ്രവും സമ്പൂർണ്ണവുമായ ഒരു പുനരധിവാസ പദ്ധതി എന്ന മുഖവുരയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ കാര്യങ്ങളൊക്കെ സവിസ്തരം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ എത്ര വീടുകളാണ് നിർമ്മിച്ച് നൽകാൻ പോകുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വീടുകളുടെ എണ്ണം അത് പിന്നീടായിരിക്കും സർക്കാർ നിശ്ചയിക്കുക. പുനരധിവാസം പക്ഷേ വേഗത്തിൽ പൂർത്തിയാക്കും, അതായത് സമയബന്ധിതമായി പൂർത്തിയാക്കും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വയനാട്ടിലെ ദുരന്തബാധിതർക്ക്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇത് സമ്പൂർണവും സമഗ്രവുമായ ഒരു പുനരധിവാസ പദ്ധതി എന്നൊരു മുഖവുരയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അതിന്റെ ത്രിമാന മാതൃകകളൊക്കെ കാണിച്ചുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ? കാരണം എൽസ്റ്റണിൽ 5 സെന്റ്, മറ്റു ഭാഗത്ത് എസ്റ്റേറ്റിൽ 10 സെന്റ് വീതം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഉപജീവനം മാർഗം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ സർക്കാർ കൃത്യമായ തീരുമാനം എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞു. കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന ഒരു വിമർശന സ്വഭാവം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു. എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർ, അവിടുത്തെ ആക്ഷൻ കൗൺസിലൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തെ സ്വീകരിക്കുന്നത്? ഗോപി, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള കാര്യത്തെ അവർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയമാണിപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് മാറുന്നത്. അതിൽ കൃത്യമായുള്ള വിമർശനം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. പല ദുരന്തബാധിതരുമായി നമ്മൾ സംസാരിച്ചു. അവരെല്ലാം തന്നെ പറയുന്ന കാര്യം അത് ഒരുപോലെയാണ്. ഈ മനുഷ്യരെ വേർതിരിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. കാരണം നെടുമ്പാല എസ്റ്റേറ്റിൽ 10 സെന്റ് ഭൂമിയിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്, എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു മാനദണ്ഡം ഇതിനകത്ത് നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത്? ആരെയാണ് നെടുമ്പാലയിൽ പരിഗണിക്കുക, ആരെയാണ് ഇവിടെ ഇലക്ഷനിൽ പരിഗണിക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു വിഭജനം ഈ ദുരന്തബാധിതരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി എല്ലാവരും ഉയർത്തുന്നത്. ഇതിൽ ആക്ഷൻ കമ്മിറ്റി, ചൂരൽമല മുണ്ടക്കൈ വാർഡ് തല ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. 3 വാർഡുകളിലെ ആ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യം ഇതിനെ സ്വാഗതം ചെയ്യുന്നു. അത് സമയബന്ധിതമായി നടപടികളെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കണം. പക്ഷേ ഈ 5 സെന്റ് എന്നുള്ളത്
അത് ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡല്ല. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ അതിൽ 10 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്നുള്ള തരത്തിലുള്ള തീരുമാനം അത് ഉണ്ടാക്കുമെന്നുള്ള തരത്തിലാണ് നിർദ്ദേശമായി മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശം അംഗീകരിക്കുന്ന വിധത്തിലല്ല ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു സംഘടന ജനശബ്ദമാണ്. ജനശബ്ദത്തിന്റെ ചെയർമാനുമായും നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സമരത്തിലേക്ക് നീങ്ങേണ്ടി വരും. അതായത് സുർജിത്ത് ഈ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം, ഈ സമ്പൂർണ്ണമെന്നും സമഗ്രമെന്നും പറഞ്ഞ് സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഈ പുനരധിവാസ പദ്ധതിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ അവിടുത്തെ ആക്ഷൻ കൗൺസിലുകൾ തയ്യാറാകുന്നില്ല എന്നതാണ്. 10 സെന്റ് സ്ഥലം എന്നത് ഒരു അടിസ്ഥാന ആവശ്യമായി ചിലപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. മറ്റ് പല തരത്തിലുള്ള അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ സർക്കാരിന് മുന്നിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ജനങ്ങളുടെ പ്രതികരണം? അതാണല്ലോ ഏറ്റവും പ്രധാനം. ദുരന്തം അനുഭവിച്ച അതിൽ ഇനി എന്താണ് മുന്നോട്ട് ജീവിതം എന്ന കാര്യത്തിലൊക്കെ ആലോചനയിൽ കഴിയുന്ന ആളുകൾക്ക് എന്ത് പറയാനുണ്ട്? അതാണ് നമുക്കിനി അന്വേഷിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് ആക്ഷൻ കൗൺസിൽ. പുനരധിവാസം സമയബന്ധിതമായി നടപ്പിലാക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ദുരന്ത ബാധിതർക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അവരുടെ അഭിപ്രായമാണ് ഏറ്റവും വിലപ്പെട്ടത്. അതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ടൗൺഷിപ്പ് നല്ല രീതിയിലുള്ള 2 ടൗൺഷിപ്പാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഗ്രാമങ്ങളിൽ താമസിച്ച ആളുകളാണ്, വിശാലമായിട്ട് അങ്ങനെ കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ട് 5 സെൻറ്റ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കില്ല. 10 സെൻറ്റും ഞങ്ങൾ 15 സെൻറ്റാണ് ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്, ഇതുവരെ പറഞ്ഞും പോയിട്ടുള്ളത്. പക്ഷേ ഒരു 10 സെൻറ്റെങ്കിലും ഇല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ ഒന്നും അല്ലാതായ ഒരു മനുഷ്യരാണ്. ഞങ്ങൾക്ക് വേണ്ടി പണം പിരിക്കുന്നത് വരെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് 10 സെൻറ്റ് സ്ഥലം ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടെന്നാണ്. പണം കയ്യിൽ വെച്ച് പോക്കറ്റിലിട്ടിട്ട് കിട്ടിയതിന് ശേഷം പറയുന്നു 5 സെൻറ്റ് ഭൂമിയെന്ന്. ഇത് കേരളത്തിലെ ജനങ്ങളും രാജ്യത്തുള്ള ജനങ്ങളും ലോകം മുഴുവനുള്ള മലയാളികളും ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും നൽകിയ പണം പോക്കറ്റിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് 5 സെൻറ്റ് ഭൂമി തരുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? മുഖ്യമന്ത്രി എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഈ വേരിയേഷൻ വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റ് ഭൂമി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഭൂമിൻ്റെ വാല്യുവേഷനും മറ്റും അല്ലല്ലോ, സൗകര്യങ്ങളാണല്ലോ നമുക്കിവിടെ വേണ്ടത്. സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഒരു ശരിയില്ലാത്തൊരു നടപടിയാണ്. കാരണം സ്ഥലം പോയവനും അവിടെ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്തവരും തുല്യതായി. ആ നടപടി ശരിയല്ല. അതുപോലെ 10 സെൻറ്റ് 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലാത്ത നടപടിയാണ്. നമുക്ക് വീടും സ്ഥലവും കിട്ടണം, ജീവിതമാർഗത്തിനൊരു വഴിയും കാണിച്ചു തരണം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട നമുക്ക് ഒക്കെ ഇനി എല്ലാം ഉണ്ടാകണം. ഒന്നുമില്ല.